ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെട്ടുകേക്കാണ്. വെട്ടുകേക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ബൗളാണ്. അതിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. നമ്മുടെ ആ കേക്കിന് ഒരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ആ ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ആവണം. അപ്പോൾ ആ രീതിയിലൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് നല്ലത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇത്രയും ഇടാവുള്ളൂ എന്നൊന്നും കണക്കില്ല. കാരണം നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ വേണ്ട അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വേണം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ മൈദ ഇതിനകത്തേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൈകൊണ്ട് വേണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ. ഇത് ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൈദ ഒന്ന് ടൈറ്റ് ആക്കണം. നന്നായിട്ട് കുഴച്ച് ഇതുപോലെ നന്നായിട്ട് കുഴയ്ക്കുക. നമ്മുടെ കയ്യിലൊക്കെ പിടിക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ച് കുറേ മൈദ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ഇത് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇത് നന്നായിട്ട് പിടിക്കുകയെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും പിടിക്കുന്നൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ഓയിൽ എടുത്ത് കൊടുത്താൽ മതി. മൈദ ഇടേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക. ഇനി ഇതൊരു 1 മണിക്കൂറോളം നമുക്കിതിങ്ങനെ ഒന്ന് മൂടി വെക്കണം. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടി. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് കുറച്ചൊന്ന് മുറിച്ച് കളയുക. ഒത്തിരി കട്ടിയിൽ പരത്തരുത്. നന്നായിട്ട് നമുക്കിട്ട് കട്ടി വേണം താനും. ഇനി ഇത് നമുക്ക് എത്രയാണോ സൈസ് വേണ്ട അതിനനുസരിച്ച് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. വലുത് വേണമെന്നുള്ളവർക്ക് വലുതായിട്ടോ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടോ മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്യാം. ഇതുപോലൊന്ന് മുഴുവനായിട്ട് കട്ട് ചെയ്യരുത്. മുഴുവനായി കട്ട് ചെയ്താൽ അത് ഫുള്ളായിട്ട് കീറിപ്പോവും. അപ്പോൾ ഇതേപോലെ കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇതിനകത്തേക്ക്. ലോ ഫ്ലെയിമിൽ വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞിട്ട് ഉൾഭാഗം വേകാതെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയും കൂടെ വേണം നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇനി ഇതൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് കോരി വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.